തിരുനാവായ പട്ടർനടക്കാവിൽ അനധികൃത മണ്ണ് കടത്തിനിടെ അമിതവേഗതയിൽ നിയന്ത്രണം വിട്ട് വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു കയറിയ ടിപ്പർ മോഷണം പോയതെന്ന പരാതിയുമായി യുവാവ് രംഗത്ത്. തിരുനാവായ സ്വദേശി റജീബാണ് അപകടത്തിന് പിന്നാലെ രംഗത്തെത്തിയിരിക്കുന്നത്. താൻ 2 ലക്ഷത്തോളം രൂപ നൽകി വാങ്ങിയ വാഹനം കൊടക്കലിലെ വർക്ക്ഷോപ്പിന് മുന്നിൽ നിന്ന് ഒക്ടോബറിൽ കളവ് പോകുകയായിരുന്നുവെന്ന് റജീബ് എഡിറ്റർ ലൈവിനോട് വെളിപ്പെടുത്തി. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും അതിനാലാണ് ഇപ്പോഴത്തെ സാഹചര്യമുണ്ടായതെന്നും റജീബ് പറയുന്നു. റജീബിന്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെ: നിങ്ങൾ ഈ ലോറി മോഷണം പോകുന്നത് എങ്ങനെയാണ്? ഈ ലോറി മോഷണം പോകുന്നത് ഒക്ടോബർ 9 രാവിലെയാണ് പോകുന്നത്. തിരുനാവായ കൊടക്കല് വർക്ക്ഷോപ്പിൽ നിന്നാണ് എടുത്തുകൊണ്ട് പോകുന്നത്. നമ്മളെ ഡ്രൈവർ ഒരു ലോഡ് മെറ്റൽ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ബ്രേക്ക് കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ 8 മണിക്ക് വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ടായിരുന്നു. ആ നിർത്തിയിട്ടപ്പോഴത്തുനിന്ന് ആണ് ഈ സാധനം പോയിട്ടുള്ളത്. അത് ഈ നമ്മൾ കൊണ്ടുപോയ വ്യക്തി തന്നെ ബാസി എന്ന ആളാണ് നമുക്ക് വിളിച്ചറിയിച്ചത്. വണ്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്, നമ്മളെ ട്രാൻസ്ഫർ ആയിട്ടില്ല, അപ്പോൾ ട്രാൻസ്ഫർ ആവത്തോണ്ട് താമസത്തെ എന്താ ട്രാൻസ്ഫർ ആവത്തോന്ന് വെച്ചിട്ട് അപ്പം ഞാൻ ഉടൻ തന്നെ നമ്മളെ ഏജന്റിനെ ബന്ധപ്പെട്ടപ്പോൾ ഏജന്റ് പറഞ്ഞു 10 മണിക്ക് ഓഫീസിലെത്തും, ഞാൻ എന്താ ഇഷ്യൂ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞിട്ടാണ്. ആളൊരു 10 മണിക്ക് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് ഒരു ഈ ചലാന് പെൻഡിങ് ഉണ്ട്, അത് കോടതിയിട്ട് പോയിട്ടുണ്ട്, അത് കാരണം ആണ് ഇപ്പോൾ നിലവിൽ പെൻഡിങ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ OTP വന്നാണല്ലോ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ചലാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ OTP വരില്ലല്ലോ, അപ്പൊ ചില കേസുകൾ അങ്ങനെ വരും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്നോട് പറഞ്ഞു വൈകുന്നേരം ആകുമ്പോഴത്തേന് അത് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ ആള് നമ്മളെ ഏജന്റ് ഈ 250 രൂപ ഫൈനുള്ളൂ. ആ 250 ഫൈന് ചലാന് അടച്ച് നേരെ RTO അപ്രൂവ് ചെയ്യാൻ നോക്കുമ്പോൾ ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പൊ ഈ ബാസിദ് എന്ന് പറഞ്ഞ വ്യക്തി ആളത്തു നിന്നാണ് നിങ്ങൾ വണ്ടി എടുത്തിട്ടുള്ളത്. ആ ആള് നിലവിൽ ഈ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് അത് പരിവാലില് OTP ക്യാൻസൽ ചെയ്തിട്ട് ഫറൂഖ് RTO എന്ത് ചെയ്തു, ഇവിടുന്ന് നമ്മൾ OTP കൊടുത്തിട്ട് RC പ്രിന്റ് എടുത്തിട്ട് ഫറൂഖ് RTO ആ ബാസിദ് എന്ന ആളെ വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഈ വണ്ടി നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ആരുടെ പേരിലായിരുന്നു? അബ്ബാസ് എന്ന ആളാണ്, കോഴിക്കോടുള്ള. ബാസിദിന് ഇതിലെ റോൾ എന്താ? ബാസിദാണ് ഞങ്ങൾക്ക് കച്ചവടം ചെയ്യുന്നത്. നമുക്ക് ഫേസ്ബുക്കിൽ ആയിരുന്നു കച്ചവടം. അപ്പൊ ഞങ്ങൾ പോയപ്പോ ബാസിദിന്റെ കൈമേലായിരുന്നു വണ്ടി. ബാസിദ് മുഖാന്തരമാണ് നമ്മൾ എഗ്രിമെന്റ് ചെയ്തതും വണ്ടി തന്നതും. അങ്ങനെ നമ്മൾ വണ്ടി അപ്പൊ വണ്ടി കൊണ്ടുവരുമ്പോ ടെസ്റ്റ് പെൻഡിങ് ആയിരുന്നു. അപ്പൊ ഈ ടെസ്റ്റ് പെൻഡിങ് ഉള്ള വണ്ടി തിരൂർ RTO നമ്മളെ ഏജന്റ് തന്നെയാണ്. ഇത് പിന്നീട് നിങ്ങൾ അറിയുന്നത് എങ്ങനെയാ? ഇയാളുടെ ബാസിദിന്റെ പേരിലേക്ക് മാറ്റിയതൊക്കെ അറിയുന്നത് എങ്ങനെയാ? നമ്മള് 3 ദിവസം ഇപ്പൊ ഏജന്റ് പറഞ്ഞതനുസരിച്ചിട്ട് നമ്മളിപ്പോ ഏജന്റ് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് മാറിപ്പെട്ടിട്ടുണ്ടെന്ന്. നമ്മള് ഈ ട്രാൻസ്ഫർ നമ്മളെ പേരിക്കാകുമ്പോൾ അറിയുന്നുള്ള അറിയില്ലല്ലോ. അപ്പൊ ഏജന്റ് മുഖാന്തരമാണ്, ജാഫർ എന്ന് പറഞ്ഞ ഏജന്റാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏജന്റ് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. പിന്നെ നമ്മള് 3 ദിവസം ആയപ്പോ 12-ാം തീയതി തന്നെ തിരൂർ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. ആ കംപ്ലൈന്റ് പ്രകാരം ഞാൻ ഭാഷണം പോയി പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തു. അത് പ്രകാരം ബാസിദിന്റെ നമ്പർ ഞങ്ങൾ ഉണ്ടായിരുന്നു, ബാസിന്റെ നമ്പർ കൊടുത്തു. അപ്പൊ വിളിക്കാന്ന് പറഞ്ഞു, അന്വേഷിച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അത് ഒരാഴ്ചയായി, നമ്മളിങ്ങനെ ഒരാഴ്ച വരും. അപ്പൊ ബാസിദ് ഫോൺ എടുക്കണില്ല, വല്യമാനായിട്ട് ഹോസ്പിറ്റലിലാണ് എന്നൊക്കെയാണ് നമ്മള് PROന്റെ റൂമിൽ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മള് വെയിറ്റ് ചെയ്തു. SI പറഞ്ഞു നിങ്ങൾ ട്രാൻസ്ഫർ, അപ്പൊ ഈ രേഖകളൊക്കെ പറഞ്ഞു SIനെ കണ്ടപ്പോ പറഞ്ഞു നിങ്ങൾ RTOന്റെ അടുത്ത് ട്രാൻസ്ഫർ ചെയ്തതിന്റെ പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോ നമ്മള് അത് ഒരു 28-ാം തീയതി തോന്നുന്നു, 28-ാം തീയതി RTO പരാതി കൊടുത്തു. പരാതി സ്വീകരിച്ചു, റെസീറ്റ് വന്നു. ആ 28-ാം തീയതി തന്നെ നമ്മൾ എന്ത് ചെയ്തു, SIനായിട്ട് പോയി കണ്ടു. അന്ന് അവിടെ കൊടുത്തു. അന്നാണ് പരാതി ശരിക്കും സ്വീകരിച്ച് നമുക്ക് റെസീറ്റ് വന്നു. 28-ാം തീയതി ഒക്ടോബർ 28-ാം തീയതി ആ റെസീറ്റ് നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച് അന്വേഷിക്കുന്നു. അപ്പൊ നമ്മൾ ഇടക്കിടക്ക് അന്വേഷിക്കുമ്പോൾ ആള് വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. FIR ഇടാത്തതുകൊണ്ട് ആളെ പോയിട്ട് പിടിച്ചു കൊണ്ടാൻ അല്ലെങ്കിൽ പോയി ഇതാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ വിളിച്ചു എത്തിയതിന്റെ ശേഷം നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ഇന്നലെ പട്ടക്കാട് വെച്ചിട്ട് ആക്സിഡന്റ് നടന്നു ഈ വണ്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ കൽപ്പഞ്ചേരി സ്റ്റേഷനിലും ഈ കോപ്പിയൊക്കെ വെച്ചിട്ട് നമ്മളൊരു പരാതി ഇന്നലത്തെ ഡേറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് കൊണ്ടുപോയ ശേഷമാണ് ഓണർഷിപ്പ് മാറ്റിയിട്ടുള്ളത്. ഓണർഷിപ്പ് മാറ്റിയിട്ടുള്ളത് ആ സെയിം ഡേറ്റിന് ഒക്ടോബർ 9-ാം തീയതി ആണ് എല്ലാ ഇഷ്യൂവും നമുക്ക് രേഖാമൂലം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒക്ടോബർ 9-ാം തീയതി. ഞായറാഴ്ച പുലർച്ചെയാണ് തിരുനാവായ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റായ പട്ടർനടക്കാവ് കുത്തുകല്ലിലെ കുന്നത്ത് മുസ്തഫയുടെ വീട്ടിലേക്ക് വിവാദ ലോറി ഇടിച്ചു കയറിയത്. അനധികൃതമായി ചെമ്മണ്ണ് കടത്തുന്നതിനിടെയായിരുന്നു സംഭവം. അപകടത്തിൽ മുസ്തഫയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന കാർ പൂർണ്ണമായും, ബുള്ളറ്റ് ഭാഗികമായും തകർന്നിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വീടിന്റെ ചുമരിന് വിള്ളലുണ്ടാകുകയും ജനലുകൾക്കും വാതിലിനും കേടുപറ്റുകയും ചെയ്തിരുന്നു. മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961 30031. മുസ്തഫയ്ക്ക് 10 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്.
റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റ് തകർത്ത ശേഷമായിരുന്നു ലോറി വീട്ടുവളപ്പിലേക്ക് ഇടിച്ചു കയറിയത്. അപകടത്തോടെയാണ് വർക്ക്ഷോപ്പിൽ നിന്ന് കവർന്ന ലോറിയെക്കുറിച്ച് റജീബിന് വിവരം ലഭിച്ചത്. ഈ വണ്ടി അന്ന് കാണാതിന് ശേഷം പിന്നീട് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു? ഇന്നലെ കണ്ടു. ഈ ആക്സിഡന്റ് നടന്ന സമയത്ത്. ഇത്രയും കാലം പിന്നെ കണ്ടിട്ടില്ല? ഇല്ല, കണ്ടിട്ടില്ല. നമ്മൾ പരാതി കൊടുത്തതാണല്ലോ, പിന്നെ നമ്മൾ അതിനെ പറ്റി അന്വേഷിച്ചിട്ടില്ല. പിന്നെ ഈ ഇവിടൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കാണും. ഈ വണ്ടി ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഈ അപകടത്തിന്റെ CCTV ദൃശ്യം എല്ലാം ചോദിച്ചു. ആ വണ്ടി നമ്പറും ഇതൊക്കെ നമ്മൾ പോയി സ്ഥലത്ത് നേരിട്ട് പോയി കണ്ടു. അതിന്റെ വണ്ടി തന്നെയാണ്. ഇപ്പൊ പോലീസ് എന്താ പറയുന്നത്? ഇപ്പൊ പോലീസ് നമ്മൾ ബന്ധപ്പെട്ടപ്പോ അവര് ആ തട്ടിയ വീട്ടിന്റെ ഉടമസ്ഥനും ആൾക്കാരും പരാതി ഉണ്ട്. അപ്പൊ അവര് സെറ്റിൽമെന്റ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നലെ നമ്മൾ ആ ബാസിദ് എന്ന് പറഞ്ഞ ആള് വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് 2 മാസം സമയം വേണം, നാളെ വന്നിട്ട് എഗ്രിമെന്റും ചെക്കൊക്കെ തരാം, നമുക്കൊരു 10 മണിയാകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സെറ്റിൽമെന്റ് ചെയ്തിരുന്നു. കൽപ്പന സ്റ്റേഷനിൽ വെച്ചിട്ട് റൈറ്റർ മുഖാന്തരം സെറ്റിൽമെന്റ് സംസാരിച്ചാണ്. അപ്പൊ ഇന്ന് രാവിലെ ആ മുഖാന്തരം ഞങ്ങള് 1 മണി വരെ സ്റ്റേഷനിൽ നിന്നു. എന്നിട്ടും ബാസിദ് വരുന്നില്ല. അപ്പൊ അവര് അത് ഇനി അവൻ വെറ്റ നിങ്ങളെ അറിയിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ കൊണ്ട് പോകുന്നു. എത്ര രൂപയാണ് വണ്ടിക്ക് നൽകിയിരുന്നത്? 1.25 ലക്ഷം രൂപ. അല്ല, 1.25 ലക്ഷം രൂപ നമ്മള് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. 50,000 രൂപ കയ്യിലും പിന്നെ വണ്ടി ടെസ്റ്റിന്റെ പണിയെടുത്തത് അടക്കം നമ്മള് വന്നിട്ടുള്ള 50,000 രൂപ ചെലവും. കരാറുണ്ട്. നമ്മള് കച്ചവടക്കാരനാണ്. അപ്പോ വണ്ടി കച്ചവടക്കാരനാണ്. അപ്പൊ നമ്മൾ ആ മുഖാന്തരാണ് നമ്മള് എഗ്രിമെന്റ് വെച്ചിട്ട് നമ്മള് ഇത് വേറെ ആളുകൾക്ക് ഞാൻ കച്ചവടം ആക്കിയ വണ്ടിയാണ്, വേറെ ആളെ പേർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുത്തതാണ് ഇത് കൊണ്ടായിട്ടുള്ളത്. അപകടത്തിൽ മുസ്തഫയുടെ പരാതി പ്രകാരം കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ലോറി മോഷണം പോയെന്ന പരാതി പോലീസ് ഗൗരവമായി എടുത്തിട്ടില്ലെന്നാണ് ആക്ഷേപം. സമയോചിതമായി പോലീസ് ഇടപെട്ടിരുന്നെങ്കിൽ ഈ അപകടമുണ്ടാകുമായിരുന്നില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ലോറിയുമായി കടന്നത് പുത്തനത്താണി സ്വദേശിയായിരുന്നിട്ടും തിരൂർ പോലീസ് അലംഭാവം പുലർത്തിയതാണ് വിനയായത്. അപകടമുണ്ടായത് പുലർച്ചെയായതിനാലാണ് മുസ്തഫയുടെ കുടുംബവും നാട്ടുകാരും വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എഡിറ്റർ ലൈവ്, തിരൂർ. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂർ. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961 3000331.